കിതാബ് ഇങ്ങനെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൗദിയിലൊരു പണ്ഡിതൻ ഇപ്പോഴത്തെ മരണപ്പെട്ട പണ്ഡിതൻ അവരെഴുതിയ കിതാബിൽ വായിച്ചപ്പോൾ ആ കിതാബിലുണ്ട് ഭയങ്കര പോയിന്റ്. മുസ്ലിങ്ങൾ തന്നെ ഇസ്ലാം പഠിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് നമ്മളെ മതത്തിന്റെ സൗന്ദര്യം അറിയില്ല. ശരിക്കും ഇസ്ലാമിനെ നമ്മൾ പഠിച്ച നമ്മളെ രോമിങ്ങനെ എണീറ്റു. ഭയങ്കര സൗന്ദര്യം നമ്മളെ മതത്തിൽ. മറ്റു മതസ്ഥരെങ്ങാനും ഇസ്ലാമിനെ പഠിച്ചാൽ എപ്പം വന്നിനെന്ന് വെച്ചാൽ മതി. പക്ഷെ നമുക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കാനായി നമുക്ക് ഇപ്പൊ ഒരു മുസ്ലിമായ ഒരാൾ നമ്മളോട് വന്നിട്ട് ചോദിക്കാണ്, എനിക്കൊരു പ്രസംഗം കേൾക്കണം ആഴ്ചക്ക് ഒന്ന് അല്ലെങ്കിൽ ദിവസം ഒന്ന്, നമുക്ക് ആരെ പ്രസംഗമൊക്കെ കേൾപ്പിച്ചു കൊടുക്കുക. ധൈര്യം, തർക്കങ്ങളില്ലാത്ത, അടിപിടി കുഴപ്പങ്ങളില്ലാത്ത, വെല്ലുവിളി ഇല്ലാത്ത, കേട്ടാൽ തന്നെ ഇതൊരു മതാലേ. നമുക്ക് ഒരു കിതാബ് കൊടുക്കാനുണ്ടാവും, നമുക്കൊരു കിതാബല്ല പുസ്തകം കൊടുക്കാനുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കൂടെ ജോലി ചെയ്ത സ്റ്റാഫ് മുസ്ലിം ആണെങ്കിൽ അയാൾക്ക് ഇസ്ലാം നിന്റെ ഈ 4 കൊല്ലത്തിന്റെ ഇടയിൽ നീ എന്ത് കൊടുത്തു എന്ന് അള്ളാന്റെ അടുത്ത് ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ കഴിയും. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഭക്ഷണ ശേഷം ഒരാള് ഉറക്ക അൽഹംദുലില്ലാ ആദ്യം എണീക്കുന്ന ആള് ചൊല്ലരുത്. എന്തുകൊണ്ട്? ബാക്കിയുള്ളവർ തിന്നോട്ടെ, നീ എന്തിനാ നിർത്തിയത് എല്ലാരും അറിയിക്കണത്. ഭക്ഷണം കേൾക്കുമ്പോ വാഷ് ബേസ് കഴിയുമ്പോ തന്നെ വീട്ടുകാരൻ ഭക്ഷണത്തിന് മുമ്പ് ആദ്യം കൈ കഴുകണം, ഭക്ഷണത്തിന് ശേഷം അയാൾ ആദ്യം എണീച്ചിട്ട് കൈ കഴുകരുത്. കാരണം അതിഥിക്ക് തോന്നും നിർത്താനായിരുന്നു. എല്ലാത്തിലും മസലുണ്ട് ഇസ്ലാം. നമുക്ക് നോക്കാം, പഠിക്കാം. ഇനി നമ്മളെല്ലാരും കൂടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി മറന്നുപോയാൽ നല്ല അർണം കൊണ്ട് ഒഴിവാക്കിയാൽ തന്നെ ബിസ്മില്ലാഹി അവ്വലു ആഖിറു ചൊല്ലൽ സുന്നത്താണ്. അർണം കൊണ്ട് ഒഴിവാക്കിയാലും അങ്ങനെ. പിന്നെ സാധാരണ അത് മറന്നുപോയാലാണ് ആ വിക്രം ചെല്ലൽ എന്നതുകൊണ്ട് പറഞ്ഞാലും പറഞ്ഞു എന്ന് പറഞ്ഞു. ഏതുപോലെ കുനൂത്ത് അർണം കൊണ്ട് ഒഴിവാക്കിയാലും സഹവിന്റെ സുജൂദുണ്ട്. സാധാരണ മറന്നുപോയത് കൊണ്ട് ചെയ്യുന്നതായതുകൊണ്ടാണ് സഹവിന്റെ സുജൂദ് എന്ന് പറയുന്നത്. അതേപോലെ ഒരാള് തുടക്കത്തിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ബിസ്മി ഒഴിവാക്കിയാൽ ഇത് ചൊല്ലൽ സുന്നത്തുണ്ട്. ഇടയിൽ ഒരാൾക്ക് തിന്നു കഴിഞ്ഞിട്ടാണ് ഓർമ്മ വരുന്നത്, ഇടയിലും ജില്ലിയില്ല, തുടക്കത്തിലും ജില്ലിയില്ല, ബിസ്മിയും ജില്ലിയില്ല, അവ്വലും ആഖിറും ജില്ലിയില്ല. എന്നാലും അവിടെ ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹു അസ്നൽ മത്വാലിബി പറയുന്നുണ്ട്, നമ്മൾ ഈ ഇടയിൽ ബിസ്മി ചൊല്ലുന്നതിന്റെ താല്പര്യം എന്താ? ഇബ്ലീസ് ഇതുവരെ നമ്മളെ ഒന്നിച്ച് തിന്നത് ഛർദ്ദിപ്പിക്കാന്നുള്ളതല്ലേ അല്ലെ? അതെ. ആ താല്പര്യത്തോടു കൂടിയാണെങ്കിൽ ബിസ്മി ഭക്ഷണത്തിന് ശേഷമാണ് ഓർമ്മ വന്നതെങ്കിൽ ചൊല്ലിക്കൊള്ളി, അതുവഴി മൂപ്പര് ഛർദ്ദിച്ചോളും. മനസ്സിലായോ? ഇത് പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ചെല്ലാതിരിക്കൊന്നും വേണ്ട. ഇത് സംഭവിച്ചാൽ ഇങ്ങനെ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞതാണ്. മനസ്സിലായിട്ടില്ലേ? യെസ്. സൂറത്തു ഖുറൈശ് ഒരു പരിപാടി എന്നാലും അങ്ങനെ തന്നെ. ഭക്ഷണം ആയാൽ അത് രണ്ടും ഓതൽ സുന്നത്തുണ്ട്. അമാനും മിൻ വറദി ദാലിക ത്വഅം, ഭക്ഷണം, ആ ഭക്ഷണത്തിലൂടെ എനിക്ക് എന്തെങ്കിലും അബ്ഡോമൻ വയറിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഫുഡ് പോയ്സൺ സംതിങ് എന്തെങ്കിലും ഇല്ലാതിരിക്കാൻ വേണ്ടി, ആ ഭക്ഷണത്തിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ 2 സൂറത്തുകളുടെ കാര്യം. ഇടയിൽ വേറെ ഈ വിഷയമായി ഡയറക്റ്റ് റിലേറ്റഡ് അല്ലാത്തൊരു മസല പറയാം. ഈ വയറ് സംബന്ധിയായ എന്ത് അസുഖമുണ്ടെങ്കിലും, ഉദാഹരണത്തിന് അതിസാരം, വയറ്റിന്ന് പോക്ക്, ലൂസ് മോഷൻ, അല്ലെങ്കിൽ ഛർദി, വയറ് വേദന, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫാത്തിഹ, ലീലാഫി ഖുറൈശ്, ഒരു 1000 സ്വരം ഇത് ചൊല്ലി ഊതി വെള്ളം മതിരിച്ചു കുടിച്ചു. എനിക്ക് തന്നെ 1000 എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. എത്ര ആൾക്ക് അനുഭവം ഉണ്ട് കൊടുത്ത് അവർക്ക് അപ്പോഴും അസുഖം പറഞ്ഞു. കാരണം ഈ ലീലാഫി ഖുറൈശിനും ഫുഡും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ആ സൂറത്തിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട്, അത്വഅമഹും മിൻ ജൂഇൻ, അതാണ് ആ തമ്മിലുള്ള ബന്ധം. ഈ സൂറത്ത് ഖുറൈശിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഫുഡ് പോയ്സൺ, ഫുഡുമായി റിലേറ്റഡ് ആയ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ചെയ്യതാണ് മതി. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് ശേഷം ഈ 2 സൂറത്ത് ഏതൊക്കെ? ലീലാഫി ഖുറൈശും